ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ഒരുപാട് നല്ല വാഹനങ്ങളുമായി ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. സെഡാനിലാണെങ്കിലും സ്പോർട്സ് കാറിലാണെങ്കിലും SUVയിലാണെങ്കിലും എല്ലാം. ആൻഡ് ദേ ഹാവ് ബിക്കം ബിഗ് സക്സസ്. ഒരുപാട് നല്ല സക്സസ്സും ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മാനുഫാക്ചറാണ് മിത്സുബിഷി എന്ന് പറയുന്നത്. ജാപ്പനീസ് മാനുഫാക്ചറായ മിത്സുബിഷി അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ SUV സെഗ്മെൻറ്റിലാണ്. ബട്ട് ഡെഫിനറ്റ്ലി ദേ ഹാഡ് എ ഗ്രേറ്റ് സക്സസ് ഇൻ സെഡാൻ മിത്സുബിഷി ലാൻസർ എന്ന് പറയുന്ന വാഹനത്തിൽ. ബട്ട് നൗ ദേ ആർ കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ ദ SUV segment and we have the Pajero Sport today, Mitsubishi Pajero Sport, which is going to be reviewed today on First Drive. പജേറോ സ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്. മെയിൻലി ഇതിൻ്റെ ഒരു ഓഫ് റോഡ് ഫീച്ചേഴ്സ്, അത് എങ്ങനെയാണ് ഹൈവേയിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം. ബട്ട് നമ്മളെല്ലാവരും ദ ഫസ്റ്റ് ലുക്ക് കംസ് വിത്ത് ദ എക്സ്റ്റീരിയർ ലുക്സ്. ആ ഒരു ലുക്സിലാണ് നമ്മൾ ആദ്യം എല്ലാവരും ഇംപ്രസ് ആവുന്നത് തന്നെ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് വരുന്നത് ഒരു പജേറോ സ്പോർട്ട് എന്നുള്ളൊരു പേര് വരുന്നത് തന്നെ ഇറ്റ് ഹാസ് എ സ്പോട്ടി ഒരു പഴയ കാലം കൂടി ഇതിനകത്ത് ഉണ്ടാവുന്നുള്ളൊരു ഫീലിന് വേണ്ടി ആയിരിക്കണം പജേറോ അതിൻ്റെ ഫ്രണ്ടിലെ ഡിസൈനേഴ്സ് കൊടുത്തിരിക്കുന്നത്. പജേറോ ഇവോ റാലിയുടെ ആ ഒരു സെയിം ഫ്രണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന പജേറോ സ്പോർട്ടിൻ്റെ ഫ്രണ്ടിലും. ദ ഫ്രണ്ട് ലുക്സ് എക്സാക്ട്ലി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ദ ഇവോ റാലി കാർ. അതിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രില്ലും ഹെഡ്ലൈറ്റും ആണെങ്കിൽ പോലും ഒരു ബാൻഡിൽ സെയിം ലെങ്ത്തിൽ നാരോ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ഒരു സിംഗിൾ ലൈനിൽ വന്ന പോലെ ഒരു ഫീലാണ് വരുന്നത്. And when you look at the bumper, there's a fog lamp and all. പക്ഷേ ഏറ്റവും നമുക്കൊരു SUV എന്നുള്ളൊരു ഫീൽ കിട്ടണമെങ്കിൽ ബമ്പറിൻ്റെ താഴെ നോക്കണം. ആ ഒരു സ്പേസ് ജസ്റ്റ് ഗിവ്സ് എ വെരി ആ ഒരു ഗ്യാപ്പ് ഒത്തിരി ഒരു SUV ഫീലും അതുപോലെ തന്നെ ഇതിൻ്റെ പേർപ്പസിനെ എല്ലാം കാണിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ബമ്പറിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന സ്പേസ്. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ്, റിയലി നൈസ്. ആ ഒരു SUV ഫീലിന് വേണ്ടി തന്നെ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ലുക്സ് ഫോർ ദ SUV. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹ്യൂജ് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന വീലാർച്ച്, അതാണ് ഇതിൻ്റെ മറ്റൊരു ഒരു വലിയൊരു കാര്യം തന്നെ പറയാനുള്ളത്. കാരണം ഒരു SUV ആണിത്. SUVയുടെ ആ ഒരു ഡിഗ്നിറ്റിയും ആ SUVയുടെ ഫീലും എല്ലാം ഇതിൻ്റെ ഹോൾ ഫ്രണ്ട് നോക്കിയാൽ നമുക്ക് കിട്ടും. എസ്പെഷ്യലി ദ ഫ്രണ്ടിൻ്റെ ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ ബമ്പറിൻ്റെ താഴെയും ആൻഡ് ദ വീലാർച്ച് ഗിവ്സ് എ പ്രോപ്പർ SUV ലുക്ക്. മിത്സുബിഷിയുടെ സെഡാൻ മോഡലായിരുന്ന അല്ലെങ്കിൽ ലക്ഷറി സെഡാൻ മോഡലായിരുന്ന ലാൻസർ ഒരു വളരെ വലിയൊരു ഹിറ്റായിരുന്നു. ആ ഒരു ഹിറ്റിന് ശേഷം മിത്സുബിഷി ഇന്ത്യയിൽ ഒരു ഒത്തിരി വലിയ സക്സസ് ആയിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ ദ റീസൺ. ആ ഒരു റീസൺ എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഒരു SUV എന്ന രീതിയിൽ പജേറോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഉപയോഗിക്കുന്ന എല്ലാവരും ദേ വെരി ഹാപ്പി. ദേ ഓൾ നോ ദാറ്റ് ഇറ്റ്സ് വെരി കേപ്പബിൾ ഓഫ് SUV. ഒരു ഓഫ് റോഡ് ആണെങ്കിലും ഒരു നോർമൽ ആണെങ്കിലും എല്ലാം നോർമൽ റോഡിലൂടെയുള്ള ട്രാവൽ എല്ലാം ദേ ഓൾ നോ ദാറ്റ് ഓക്കെ ഇറ്റ്സ് കേപ്പബിൾ. സ്റ്റിൽ ഇറ്റ് ഹാസ് നോട്ട് പിക്ഡ് അപ്പ് ദ മാർക്കറ്റ് ആൻഡ് നൗ the Mitsubishi and all the dealers അവർ ട്രൈ ചെയ്യുന്നത് ആളുകളിലേക്ക് കുറച്ചും കൂടെ ഒന്ന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് they are doing it. And when you actually see ഏതൊരു സൈഡ് കാണും അല്ലെങ്കിൽ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ you all know that okay this is a proper SUV. You can use off road, you can use in a normal road, highway എല്ലാം നമുക്ക് ഉപയോഗിക്കാം. കാരണം ഞാൻ നേരത്തെ ഫ്രണ്ട് പറഞ്ഞു ഇറ്റ് ഹാസ് ഒരു വീൽ ആർച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി യു ക്യാൻ ഫീൽ ദാറ്റ് ഓക്കെ ദിസ് ഇസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓഫ് റോഡ് ഡ്രൈവ്സ്. ഒരു ഓഫ് റോഡ് ഡ്രൈവിന് വേണ്ടി കേപ്പബിൾ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹോൾ ലെങ്ത് എല്ലാം ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്പേസ്. ഒരു മാൻലി ഫീൽ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ഫീൽ ഇതിനകത്തുണ്ട്, ഒരു SUV ഫീൽ. അതുപോലെ തന്നെ സൈഡിലാണെങ്കിൽ നമുക്ക് കാണാം ദേഴ്സ് എ സ്റ്റെപ്പ് വിച്ച് ഇസ് ഗിവൺ. അതിനകത്ത് കയറാനായിട്ടും ഇറങ്ങാനായിട്ടും എളുപ്പത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് എല്ലാം കാണാം. ആൻഡ് ദേ ഹാവ് ഒരു ക്ലാസിനത് അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് ഒരു ഫീലിന് വേണ്ടിയിട്ട് ദേ ഹാവ് ഗിവൺ ക്രോം ഫിനിഷിലുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി നമുക്കൊരു ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു മൊണ്ടേറോ ഫീൽ വെച്ച് അല്ലെങ്കിൽ മൊണ്ടേറോയുടെ കാര്യങ്ങളെല്ലാം ദേ ഹാവ് ഗിവൺ ഇറ്റ് ടു എ പജേറോ പ്രൈസിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ഒരു ഫീലാണ് എനിക്കിത് കാണുമ്പോൾ. കാരണം ആ ഒരു SUV ഫീൽ ഇതിനകത്ത് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. വിത്ത് ദ വീൽ ആർച്ചസ്, വിത്ത് ദ സ്റ്റെപ്പ് ദേ ഹാവ് ഗിവൺ ആൻഡ് എവറിത്തിങ് ആൻഡ് ദ ലെങ്ത്, ദ ഹ്യൂജ് കാർ ഇസ് എ വെരി ഹ്യൂജ് കാർ. 5 സീറ്റർ അല്ല 7 സീറ്റർ ആണ്. സോ ഇറ്റ്സ് എ ഹ്യൂജ് കാർ. ആ ഒരു ടഫ് ലുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴുണ്ട്. മുകളിൽ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഹാസ് ഓൾ ദ SUV ഫീച്ചേഴ്സ് അല്ലെങ്കിൽ SUV ലുക്ക് ടു ദ സൈഡ് പ്രൊഫൈൽ ഓൾസോ. നൗ ലെറ്റ്സ് ഗോ ആൻഡ് സീ ദ ബാക്ക് സൈഡ്.
ഒരു SUV മേടിക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്സിനേക്കാൾ കൂടുതൽ, ഐ എം നോട്ട് സെയിങ് ദാറ്റ് എക്സ്റ്റീരിയർ ലുക്സ് നമ്മൾ നോക്കുന്നില്ല, പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ അതിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു SUV ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ SUVക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഫ്രണ്ടും സൈഡും നമ്മൾ കണ്ടു. ബാക്ക് സൈഡ് ആണെങ്കിലും ഇറ്റ്സ് എ വെരി സിമ്പിൾ ഡിസൈൻ. അതിൻ്റെ ഒരു സ്വെപ്റ്റ് ബാക്ക് ഡിസൈനിലുള്ള ഒരു ടെയിൽ ലാമ്പ്, അതുപോലെ തന്നെ ഗിവൻ വൈപ്പേഴ്സ്, ഗിവൻ സ്പോയിലർ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി സിമ്പിൾ ബട്ട് ഇറ്റ്സ് ഹ്യൂജ്. നമുക്ക് കാണുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ലുക്സ് റിയലി ഹ്യൂജ്. ദ കാർ ഇറ്റ് സെൽഫ് ഇസ് ലുക്കിംഗ് ഹ്യൂജ്. ഫ്രണ്ടിലേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ ഒരു ബൾജി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വലിയ ഫീലാണ് എൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ. ഇറ്റ് ഗീവ്സ് എ പ്രോപ്പർ SUV. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിമ്പിൾ ഡിസൈനാണ് വരുന്നത്. യു കെൻ സീ ദ സ്പേസ്. ആ ബാക്കിലാണെങ്കിലും ആ ഒരു ആംഗിൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ റിയലി നൈസ്. ഒരു SUVക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ പർപ്പസ്ഫുൾ എന്നുള്ളൊരു വേർഡാണ് എനിക്ക് യൂസ് ചെയ്യാനുള്ളത്. ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഹിയർ ഓൾസോ. പക്ഷേ അതിലൊക്കെ കൂടുതൽ ഇതിനകത്ത് ഇംപ്രസീവായിട്ട് നമുക്ക് വരുന്നതിൻ്റെ സ്പേസ് ആണ്, എൻ്റെ യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു ബൂട്ട് സ്പേസ്. ഇതൊരു 7 സീറ്ററായിട്ട് ഉപയോഗിക്കുമ്പോൾ ബൂട്ട് സ്പേസ് നമുക്ക് കാണാം. ഇറ്റ്സ് ഓൺലി ദിസ് മച്ച്. This is space here. പക്ഷേ ഇഫ് യു ഫോൾഡ് ദ സീറ്റ്, ഇതിൻ്റെ തേർഡ് റോ നമുക്ക് ഒരു 50-50 നമുക്ക് ഫോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് റോ ഒരു 60-40 നമുക്ക് ഫോൾഡ് ചെയ്യാം. ബട്ട് ഷുഡ് ചെക്ക് ഔട്ട് ദ സ്പേസ്. നമ്മൾ ഈ 2 സീറ്റും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഹാവ് ഹ്യൂജ് സ്പേസ്. ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാർഗോ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹ്യൂജ്. ഐ ആം ഗോയിങ് ടു ഷോ യു ദാറ്റ് നൗ. വെരി സിമ്പിൾ, ഇറ്റ്സ് ടു ഈസി, ബട്ട് ചെക്ക് ഔട്ട് ദ സ്പേസ്. ഒരുപാട് സ്പേസ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സ്പേസ് എനിക്ക് തോന്നുന്നത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള സ്പേസാണ്. ഇത് കാറിൻ്റെ ഹോൾ സൈസിനും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 2 റൂം കൂടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ യു കെൻ പുട്ട് എ ലോട്ട് ഓഫ് ലഗേജ് ഇൻ ദിസ് ആൻഡ് ഇറ്റ്സ് ഈസി ടു പുട്ട് ഇറ്റ് ബാക്ക് ഓൾസോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് തിരിച്ചിടാനും സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഹോൾ സെറ്റപ്പ് ഇസ് ലൈക്ക് ദാറ്റ്. യു കെൻ ആക്ച്വലി പുട്ട് ഇറ്റ് ലൈക്ക് ദിസ് ആൻഡ് ദ കാർ ഗോസ് ലൈക്ക് ദിസ്. Everything is set back and this is a normal 3 റോയും നമുക്ക് ഇരിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ഇടാനും അതുപോലെ ഫോൾഡ് ചെയ്യാനും ഇറ്റ്സ് വെരി ഈസി ആൻഡ് യു ഹാവ് എ ലോട്ട് ഓഫ് കാർഗോ സ്പേസ് ടു ദിസ് ഓൾസോ. പജേറോ സ്പോട്ടിൻ്റെ ഇൻസൈഡ് അല്ലെങ്കിൽ ക്യാബിൻ്റെ അകത്ത് ഒരു സർപ്രൈസിങ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. ഇതിൻ്റെ ഒരു ഹോൾ ഫീൽ ഇസ് റിയലി ഗുഡ്. ആ ഒരു ഹൈ ക്ലാസ് കാറിൻ്റെ ഫീൽ ഇതിൻ്റെ കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഓൾ ടുഗെദർ ഇതിൻ്റെ ക്യാബിൻ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇത് ഡോ പാഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ എൻഡ് കാറിൻ്റെ ഒരു ഡോ പാഡ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിന് ഒരു ലെതർ ഫീൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഇറ്റ്സ് വെരി നൈസ്. അതുപോലെ നോർമലായിട്ട് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഗിയർ ലിവറിലാണെങ്കിലും ഒരു ലെതർ ഫീൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ 4-wheel ഡ്രൈവിൻ്റെ ലിവറും കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഹാസ് 4 സ്റ്റെപ്പ്. പിന്നെ അതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ സെൻറ്റർ കൺസോളാണ്. സെൻറ്റർ കൺസോളിൽ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഡ്രൈവർ ഇൻഫർമേഷനാണ്. നോർമലി നമ്മളത് കാണുന്നത് ഈ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് പാനലിൻ്റെ അകത്താണ്. പക്ഷേ ദിസ് ഇസ് ലൈക്ക് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ദേ ഹാവ് ഓൾ ദ ഇൻഫർമേഷൻ. ഇതിൻ്റെ average fuel economy, അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച്, അതുപോലെ തന്നെ ദേ ഹാവ് കോമ്പസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോക്ക്, ടെമ്പറേച്ചർ, ദ സ്പീഡ്, ആവറേജ് സ്പീഡ്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അതുപോലെ നമ്മുടെ വാഹനത്തിന് എലിവേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാരോമീറ്റർ, അതിൻ്റെ ടെമ്പറേച്ചർ ഔട്ട്സൈഡ്, എവറിത്തിങ്. അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷനും നമുക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷനും ഈ ഒരു ചെറിയ സ്പേസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഒരു വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സെൻറ്റർ കൺസോളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന മൾട്ടി ഫങ്ഷണൽ ഒരു മ്യൂസിക് സിസ്റ്റം, അതുപോലെ ക്യാമറ എല്ലാം ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ടച്ച് സ്ക്രീൻ. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കൺട്രോൾസ് ആണ്. ദെൻ സ്പേസ് ആണ് മറ്റൊരു എടുത്ത്
എടുത്തു പറയേണ്ട കാര്യം ലോട്ട് ഓഫ് സ്റ്റോറേജ് സ്പേസസ് ഇതിൻ്റെ ഈ ഒരു സ്പേസ് ആണെങ്കിലും ഇതിൻ്റെ സെൻറ്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്ന സ്പേസ് ആണെങ്കിലും ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന സ്പേസ് ആണെങ്കിലും ചെറിയ ചെറിയ കപ്പ് ഹോൾഡേഴ്സ് അങ്ങനെയുള്ള സ്പേസും വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ ഓവറോൾ ഒരു നല്ലൊരു ഫീലാണ് ഇതിൻ്റെ ഇൻസൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാബിനകത്ത് നമുക്ക് കയറുമ്പോൾ. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റും കോ പാസഞ്ചർ സീറ്റും വരുന്നത് രണ്ടും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫീലും അതിൻ്റെ ഒരു ലംബ സപ്പോർട്ടും അതുപോലെ ബാക്ക് സപ്പോർട്ട് അതുപോലെ thigh സപ്പോർട്ട് എല്ലാം വളരെ നല്ലതാണ്. പജേറോ സ്പോർട്ടിൻ്റെ സെക്കൻഡ് റോയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സീറ്റ് ഒരു ഫ്ലാറ്റ് സീറ്റാണ് ഇതിൻ്റെ ബാക്കിൽ വരുമ്പോൾ. പക്ഷേ വലിയൊരു ഡിസ്കംഫർട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. രണ്ടുപേർക്ക് വളരെ ഈസി ആയിരുന്നു ട്രാവൽ ചെയ്യും. ഐ സ്റ്റിൽ പ്രിഫർ രണ്ടുപേരുന്ന് ട്രാവൽ ചെയ്യായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഒരു ലോങ് ഡ്രൈവിനൊക്കെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ഷോർട്ടൊക്കെ ആണെങ്കിൽ യു ക്യാൻ ആക്ച്വലി 3 people ക്യാൻ അഡ്ജസ്റ്റ്. പക്ഷേ രണ്ടുപേർക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു ട്രാവൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ സെക്കൻഡ് റോഡ് സ്പേസ് ആണെങ്കിലും ലെഗ് സ്പേസ് ആണെങ്കിലും വളരെ നല്ലൊരു ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് ആണെങ്കിലും വേണമെങ്കിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാവുന്ന സീറ്റുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്ക് മാത്രം റിക്ലൈൻ ചെയ്യാം. സെക്കൻഡ് റോയിൽ നിന്ന് തേർഡ് റോയിലേക്ക് കയറാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് നമുക്ക് കയറാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. ബാക്കിൽ ഇരിക്കാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ട് വരും ഒരു ഫുൾ അഡൾട്ടിന്. പക്ഷേ ഫോർ എ ചൈൽഡ് ഇറ്റ്സ് വെരി വെരി കംഫർട്ടബിൾ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് വരുന്നത്. അഡൾട്ട്സിന് ഒരാളാണെങ്കിൽ സ്റ്റിൽ ഹി കൻ സിറ്റ് ലൈക്ക് ദിസ്. ദേ ഹാവ് കപ്പ് ഹോൾഡേഴ്സ് അതുപോലെ എയർ വെൻറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഒരു ഫുൾ അഡൾട്ടിന് സിറ്റ് ലൈക്ക് ദിസ്. പക്ഷേ ഫോർ ചിൽഡ്രൻ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ബി ഇൻ. Mitsubishi Pajero സ്പോർട്ടിൻ്റെ എഞ്ചിൻ വരുന്ന ഒരു 2.5 ലിറ്റർ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഒരു കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷനാണ് ഇതിനകത്ത് എഞ്ചിൻ ടൈപ്പ് വരുന്നത് തന്നെ. ഈ ഒരു എഞ്ചിൻ്റെ സൈസ് നോക്കി കഴിയുമ്പോൾ കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഫീൽസ് ലൈക്ക് കുറച്ചും കൂടി ഒരു ചെറിയ എഞ്ചിനായിട്ട് ഒരു ഫീൽ ചെയ്യും. പക്ഷേ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും ഇതിൻ്റെ പവർ ഇസ് മച്ച് മോർ ഹയർ. ഇതിൻ്റെ പവർ വരുന്ന ഒരു 178 bhp പവറാണ് വരുന്നത്. Mitsubishi Pajero സ്പോർട്ടിൻ്റെ ടർബോ ഡിസൈൻ ചെയ്ത സമയത്ത് ഇതിൻ്റെ പെർഫോമൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ആ ഒരു വൈബ്രേഷനും ആ ഒരു ടർബോ ലാഗും ഡെഫിനറ്റായിട്ട് ഇതിനകത്തുണ്ട്. ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെർഫോമൻസ് ഇസ് വെരി സ്റ്റഡി. ഒരു 1800 മുതൽ ഒരു 4500 വരെ ഇത് പെർഫോമൻസ് വളരെ സ്റ്റഡിയാണ്. അതിൻ്റെ ആ ഒരു ഡെലിവറി വളരെ സ്റ്റഡിയാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു മൂവാണ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന. ഒരു 1800 to 4500 എന്ന് പറയുന്ന ആ ഒരു ടൈം RPM ടൈം ഇസ് സൂപ്പർ ഫോർ ദിസ് കാർ. ക്ലൈംബും വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു മിഡ് റേഞ്ച് ലെവല് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു ആഡപ്പ്. അതിൻ്റെ ഗിയർ ബോക്സ് വളരെ നല്ലൊരു ഗിയർ ബോക്സാണ്, ലൈറ്റ് ഗിയർ ബോക്സ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ഇനീഷ്യൽ ഒരു ടർബോ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. ആ ലാഗിനെ കവറപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഗിയർ അല്ലെങ്കിൽ ഒരു ഗിയർ ബോക്സിന് ശരിക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്താണെങ്കിലും യു ഡോണ്ട് ഹാവ് ടു സ്ട്രഗിൾ. ഒരു വളരെ സ്മൂത്തായിട്ട് വളരെ നല്ലൊരു ടൈമിംഗ് ഉള്ളൊരു ഗിയർ ബോക്സ് തന്നെയാണ്. വളരെ നല്ലൊരു സസ്പെൻഷനാണ് അതിനകത്ത് വരുന്നത്. ഒരു മോശമായ റോഡിലൂടെ പോകുമ്പോഴാണെങ്കിലും അത് ടാക്കിൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സസ്പെൻഷനുണ്ട്. ടാക്കിൾ ചെയ്യാൻ മാത്രമല്ല വളരെ കംഫർട്ടബിളായിട്ട് അത് ടാക്കിൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ലോങ് സ്ട്രെച്ച് മോശമായ റോഡാണെങ്കിൽ പോലും യു വോണ്ട് ഫീൽ സോ മച്ച് ഓഫ് അൺകംഫർട്ടബിൾ. ആ ഒരു ടൈമിൽ ഒരു അൺകംഫർട്ടബിൾ ഫീൽ നമുക്ക് ആ സമയത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഒത്തിരി നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും വളരെ നല്ലൊരു സ്റ്റെബിലിറ്റി. ഇത് സർപ്രൈസിംഗ്ലി ദ സ്റ്റെബിലിറ്റി ഓഫ് ദിസ് കാർ ഇസ് റിയലി ഗുഡ്.
മറ്റൊരു ഇംപ്രസീവ് ഫാക്ടർ ഇതിനകത്തുള്ളത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒരു നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് കുറച്ചൊരു ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ വെൻ യു ആർ റണ്ണിങ്, വെൻ യു ആർ മൂവിങ് സ്റ്റേജ്, സ്റ്റിയറിംഗ് വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് സ്റ്റിയറിംഗ് തരുന്നത്. അതുപോലെ തന്നെ കോർണറൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് സ്പീഡായിട്ട് നമ്മൾ കോർണർ എടുക്കുമ്പോൾ നല്ലൊരു ഫീഡ്ബാക്കാണ് സ്റ്റിയറിംഗ് തരുന്നത്. സോ ഐ എം ഇംപ്രസ്ഡ് വിത്ത് ദ സ്റ്റിയറിംഗ് ഓൾസോ. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഹാസ് എവറിത്തിങ്. ഇറ്റ് ഹാസ് എ വെരി ഗുഡ് ഒരു SUV ഫീൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഇസ് നൈസ്. It has a Japanese Japanese manufacturing ഒരു പേരുമുണ്ട്. But what Mitsubishi has to do is to promote this. കുറച്ചും കൂടെ നന്നായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കണം. That's what actually they are doing. But for a car, for an SUV of this level, I think this is a very good vehicle to be on the road. അതുപോലെ തന്നെ SUV അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് കാര്യത്തിന് എല്ലാം ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്.